രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് പത്തിരിയും അതുപോലെ തന്നെ നല്ലൊരു ചിക്കൻ കറിയും കൂടെയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഞാനിവിടെ പത്തിരിയൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ ഈ പത്തിരി പ്രസ്സിനൊന്ന് കവറൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പത്തിരി ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ കവറല്ലേ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് പത്തിരി പ്രസ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി പ്രസ്സിൻ്റെ മറ്റൊരു ഭാഗവും കെട്ടിക്കൊടുക്കാം. അപ്പോൾ മറ്റു ഭാഗത്ത് വലിയൊരു കവറാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സൈഡും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം. എന്നിട്ട് ഇതോടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. പൊടി വാട്ടിയെടുക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ചില പൊടിക്ക് വെള്ളം അധികമായിട്ട് വരും, അല്ലെങ്കിൽ കുറവായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി ഇടുന്ന സമയത്ത് കുറവായിട്ട് തോന്നണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ശേഷം 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നല്ലപോലെ കൂട്ടി ഇളക്കിയെടുക്കുക. ഈ പൊടിയിൽ വെള്ളമൊക്കെ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മാവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം, നല്ലപോലെ ചൂടാറണ്ട, നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പം നമ്മുടെ പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. നമ്മളുടെ പ്രസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം പ്രസ് ചെയ്തെടുത്തതിന് ശേഷം പൊടിയിൽ മുക്കി ഒന്ന് തട്ടിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് പ്രസ് ചെയ്തതിന് ശേഷം പൊടി തട്ടാതെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നും പ്രസ് ചെയ്തിട്ട് പൊടി തട്ടാതെയും പൊടി തട്ടിയതുമായിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ പകുതിയോളം ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പത്തിരിക്കല്ല് വെച്ച് കൊടുക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളെ പത്തിരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അടിഭാഗം ഒരുവിധം വേവാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല പോലെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല നൈസായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓരോ തവണ ചുട്ടതും ഇങ്ങനെ വലിയൊരു താലയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഓരോ തവണ ചുട്ട പത്തിരിയും ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ പാത്രത്തിലേക്ക്. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമസാല എന്ന് പറയുന്നത് 4 പച്ചമുളകും 1/4 കപ്പ് ചുവന്നുള്ളിയും 1 കൂട് വെളുത്തുള്ളിയും
പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ പച്ചമസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കറിമസാലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിച്ചീരയും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നൈസ് പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഈസി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.